റേഞ്ചിയിൽ ഞങ്ങളെ അടുത്ത മുതലയായി ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യശ്രോതാക്കൾക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഇവിടെയുള്ള വ്യാപാരി സുഹൃത്തുക്കൾ, പ്രൈവേറ്റ് സുഹൃത്തുക്കൾ, യാത്രാ സുഹൃത്തുക്കൾ എല്ലാവരെയും ഒരു നിമിഷം വന്ദനം ചെയ്യുമ്പോൾ IPC പുനലൂർ സെന്റർ PYPയുടെയും ഇവാഞ്ചലിസം ബോർഡിൻ്റെയും IPC സിയോൺ സെക്ഷൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സ്വാതന്ത്ര്യദിന ലഹരി വിരുദ്ധ ബോധവൽക്കരണ സുവിശേഷ സന്ദേശയാത്രയാണ് ഈ കുന്നിക്കോട് ജംഗ്ഷനിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് പ്രഭാതം മുതൽ ആരംഭിക്കപ്പെട്ട ഈ യോഗങ്ങൾക്ക് പിന്നിട്ട വഴിധാരകളിൽ ലഭിച്ച ആവേശോജ്വലമായ സഹകരണങ്ങളും സ്വീകരണങ്ങളും അഭിമാന പുരസ്സരം ഞങ്ങൾ ഓർക്കുന്നു. നമ്മുടെ രാജ്യം 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഇന്നേ ദിവസം സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷങ്ങൾ അലയടിക്കുന്ന ഈ നിമിഷാർത്ഥത്തിൽ നിങ്ങളുടെ പരമാർത്ഥ മനസാക്ഷിയിൽ പച്ചയായ ചില യാഥാർത്ഥ്യങ്ങളെ തൊട്ടുണർത്തി വേഗത്തിൽ ഞങ്ങളുടെ വാക്കുകൾക്ക് വിരാമമിടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സകലരെ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഉപഭൂഖണ്ഡമെന്നറിയപ്പെടുന്ന ഇന്ത്യ എന്നീ മഹാരാജ്യത്തിന്റെ തെക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ പടിഞ്ഞാറ് അറബിക്കടലിനും കിഴക്ക് പശ്ചിമഘട്ടത്തിനുമിടയിൽ തെക്കോടക്കായി ഇടുങ്ങി നീണ്ടു നിവർന്നു കിടക്കുന്ന അനുഗ്രഹീതമായ ഒരു ഭൂപ്രകൃതി, ആകാശത്തെ ചുംബിച്ചു നിൽക്കുന്ന മലമടക്കുകളെ തട്ടിത്തഴുകി തലോടിയിറങ്ങുന്ന കോടമഞ്ഞും പച്ചപ്പട്ട് പുതച്ചു കിടക്കുന്ന മലച്ചെരുവുകളും കുന്നുകളും വയൽപ്പാടങ്ങളും, അങ്ങനെ പ്രകൃതി രമണീയതയുടെ മനോഹാരിത കൊണ്ട് ലോകത്തിന്റെ മനം കവർന്ന് ലോകത്തിന്റെ AC റൂമെന്നും വെള്ളക്കാരന്റെ പറുദീസ എന്നും അറിയപ്പെടുന്ന അനുഗ്രഹീതമായൊരു നാട്. ഇവിടേക്ക് വന്ന വൈദേശികർ ഈ നാടിന്റെ മനോഹാരിതയെ ആസ്വദിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഇത് ദൈവത്തിന്റെ സ്വന്തം നാട്. ഇവിടുത്തെ ടൂറിസം മേഖല ആ വാക്കുകൾ ഏറ്റെടുത്തു. ലോകത്തിന് മുൻപിൽ കേരളത്തെ അവതരിപ്പിച്ചു ദൈവത്തിന്റെ സ്വന്തം നാട്. ഒഴുകിയെത്തിയ ആളുകൾ ഈ നാടിന്റെ മനോഹാരിതയെ ആസ്വദിച്ചുകൊണ്ട് ലോകത്തിന് വിളിച്ചു പറഞ്ഞു, കേരളം ദൈവത്തിന്റെ സ്വന്തം നാട്. പക്ഷേ 21ാം നൂറ്റാണ്ടിന്റെ ഈ ആധുനിക ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങളും അതുപോലെ ഇവിടുത്തെ മറ്റു വൃത്താന്തങ്ങളൊക്കെ ഒരുപോലെ അലമുറയിട്ട് പറയുന്നു, കേരളം പിശാചിന്റെ ചെകുത്താന്റെ സ്വന്തം നാടായി മാറിയിരിക്കുന്നു. എന്താണ് ഇതിന്റെ കാരണം? ഇവിടെ നടക്കുന്ന സംഭവ പരമ്പരകൾ മനുഷ്യ മനസാക്ഷിയുടെ ചങ്കിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ആ സത്യം വിളിച്ചു പറയുന്നു, ഇത് ചെകുത്താന്റെ നാടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കേരളം പോലെ സംസ്കാര സമ്പന്നമായ സാക്ഷര സുന്ദരമായ ഹൈടെക് രംഗത്തിൽ കുതിച്ചുചാട്ടം നടത്തി ഈ നാടിന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങൾ, മറ്റു ലോകരാജ്യങ്ങളൊക്കെ പരിശോധിക്കണം എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥ. വാസ്തവത്തിൽ മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭയാനകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ചുവടുവെച്ചിരിക്കുകയാണ്. 18ാം നൂറ്റാണ്ടിൽ മാനവ സംസ്കാരത്തിനകത്തിറങ്ങിട്ട മനുഷ്യൻ പരിഷ്കാരത്തിന്റെ പുത്തൻ പടവുകൾ ചുമട്ടിക്കയറി 21ാം നൂറ്റാണ്ടിൽ ആധുനികതയുടെ നെറുകയിൽ ഒരു ഫീനിക്സ് പക്ഷി പോലെ വിരാജിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിപ്ലവാത്മകരമായ നേട്ടങ്ങളെ കൈപ്പിടിയൊതുക്കി വിജ്ഞാന ലോകത്തെ വിരൽത്തുമ്പിൽ നിർത്തിയിരിക്കുന്ന ആധുനിക ലോകത്ത് കുതിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക മനുഷ്യൻ, പക്ഷേ സംസ്കാരത്തിന്റെ പുരോഗതി കൈവരിച്ചിട്ടും ഇവിടെ സാമ്പത്തിക മേഖലയിൽ പുരോഗതി കൈവരിച്ചിട്ടും അധമമായ വ്യവസ്ഥിതിയിൽ, അധമമായ കാഴ്ചപ്പാടിൽ, അധമമായ അനുഭവങ്ങളുടെ നീർച്ചാലിലേക്ക് ഊഴിയിട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ വേദനാജനകമായ കാഴ്ചയാണ് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സാഹചര്യത്തിൽ കാലിക പ്രസക്തിയുള്ള ഒരു സുവാർത്ത, ഒരു നല്ല വാർത്ത ഈ കുന്നിക്കോടിന്റെ പട്ടണത്തിൽ അത് ഉച്ചസ്ഥലം വിളിച്ചു പറയാനാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ഞങ്ങൾ എത്രയോ വാർത്തകൾ ഓരോ ദിവസവും വായിക്കുന്നതാണ്, കാണുന്നതാണ്. പൊട്ടിവിടരുന്ന പ്രഭാതത്ത് നമ്മുടെ മുറ്റത്തേക്ക് പറന്നു വീഴുന്ന പത്രത്താളുകൾ ഒരു ചൂട് കട്ടൻ കാപ്പിയുടെ ആവേശത്തോടുകൂടെ വായിച്ചു നോക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ വാർത്തകൾ ഏതെങ്കിലും നിങ്ങൾക്ക് ആശ്വാസം നൽകിയിട്ടുണ്ടോ? സമാധാനം നൽകിയിട്ടുണ്ടോ? സന്തോഷം നൽകിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇവിടുത്തെ ജനാധിപത്യ ഭരണ സംവിധാനത്തിന്റെ 4ാമത്തെ തൂണെന്നാണ് മാധ്യമങ്ങളെ അറിയപ്പെടുന്നത്. ദൃശ്യശ്രവണ മാധ്യമങ്ങളുടെ വളർച്ച അസൂയമാതിരത്തിൽ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ലോകത്തെവിടെ ഒരു സംഭവം നടന്നാലും അത് നമ്മുടെ വിരൽത്തുമ്പിൽ, നമ്മുടെ സ്വീകരണ മുറിയിൽ എത്തിക്കത്തക്ക വിധത്തിൽ ദൃശ്യശ്രവണ മാധ്യമങ്ങൾ വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളാണ് നമ്മുടെ വാർത്തകൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നടക്കുന്ന വാർത്തകൾ അമ്പരപ്പിക്കുന്ന വാർത്തകളല്ലേ? ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു യൗവനക്കാരന്റെ കഷായത്തിൽ വിഷം കൊടുത്ത് കൊന്നുകളഞ്ഞ ഒരു യുവതിയുടെ വാർത്ത അമ്പരപ്പിച്ചതല്ലേ? സ്നേഹിച്ച പെണ്ണിന്റെ വീട്ടിൽ കയറി
അവളുടെ കരുത്തളത്തു മാറ്റിയ കൊലയാളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവനോട് നീ എന്തിനാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ ശിക്ഷിക്കാം. നിങ്ങൾ എന്നെ ശിക്ഷിച്ചാൽ എനിക്കിപ്പോൾ 24 വയസ്സ്. 15 വർഷം കഴിയുമ്പോൾ ഒരു ജീവപര്യന്തം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് 39-40 വയസ്സ്. അപ്പോൾ ഞാൻ വിവാഹം കഴിച്ചുകൊണ്ട് സുഖമായി ജീവിക്കും. ചെറുപ്പക്കാരുടെ കാഴ്ചപ്പാടുകൾ പോലെ പോക്ക് നിങ്ങൾ ശ്രദ്ധിക്കൂ. എന്തൊരു അവപ്പതിച്ച അവസ്ഥയിലാണ് നാം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ വാർത്തകൾ നമ്മെ അമ്പരപ്പിക്കുന്നതല്ലേ? ഇങ്ങനെ എത്ര വാർത്തകൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അക്രമ രാഷ്ട്രീയത്തിന്റെ വെട്ടേറ്റ് പിടഞ്ഞ് അവസാനിക്കുന്ന എത്ര ജനജീവൻ, മതവിദ്വേഷത്തിന്റെ ആളിക്കത്തുന്ന വൈരിയിൽ വീണ് പിടഞ്ഞു പോകുന്ന എത്ര ആളുകൾ, ജാതിമത സംഘടനകൾ സ്പർദ്ധകൾ ആളിക്കത്തുന്ന വാർത്തകൾ, യുദ്ധത്തിന്റെ മുൻനിരയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ, സാമ്പത്തിക അരാജകത്വം, രാഷ്ട്രീയ അരാജകത്വം എന്നിങ്ങനെ സാംസ്കാരിക അരാജകത്വം എന്നിങ്ങനെ അരാജകത്വത്തിലേക്ക് ഈ സമൂഹം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പറയുന്ന സുവാർത്തയ്ക്ക്, നല്ല വാർത്തയ്ക്ക് പ്രസക്തിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു മുൻവിധിയോടുകൂടെ ഞങ്ങളുടെ ഈ സന്ദേശത്തെ ശ്രദ്ധിക്കാതെ തുറന്ന ഹൃദയവിശാലതയോടുകൂടെ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അർത്ഥപൂർണമായ ലക്ഷ്യത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരു സന്ദേശമായി തീരും എന്ന് ഞാൻ ഉറപ്പു നൽകുക. കാരണം ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മെ ഭയപ്പെടുത്തുന്നതാണ്, നമ്മെ അമ്പരപ്പിക്കുന്നതാണ്. ഇവിടുത്തെ ജീവന സ്വത്തിന് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന സംഭവ പരമ്പരകൾ, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു കാലഘട്ടം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെയുള്ള വാർത്തകൾ കൊണ്ട് ഇവിടെ പൊറുതിമുട്ടിയിരിക്കുമ്പോൾ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലൂടെ, നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെ, ആത്മഹത്യയുടെ മനസ്സിന്റെ മടിത്തട്ടിൽ ഇത് ആലോചിച്ചുകൊണ്ട് ജീവിച്ചു തീർക്കുന്ന ഒത്തിരി ആളുകൾ കടമെറിയുന്ന ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആരെന്റെ പ്രശ്നത്തെ പരിഹരിക്കും, എവിടെയാണ് എനിക്ക് സമാധാനം, എവിടെയാണ് എനിക്ക് ആശ്വാസം, എവിടെയാണ് എനിക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് എന്ന് കുടുംബത്തിന് സമാധാനം നൽകാൻ, സന്തോഷം നൽകാൻ ഈ ദുരന്ത മുഖത്തു നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ ആർക്കാണ് കഴിയുന്നത് എന്ന് 100 ചോദ്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ രോധനങ്ങളെ നിങ്ങൾ കേൾക്കാതെ പോകരുത് പ്രിയപ്പെട്ടവരെ. അങ്ങനെ എത്ര സംഭവങ്ങൾ നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന, ഭയപ്പെടുത്തുന്ന ഒത്തിരി വാർത്തകൾ കൊണ്ട് ആശങ്കപ്പെട്ട് പൊറുതിമുട്ടി ജീവിക്കുന്ന നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു നല്ല വാർത്ത, ഒരു സുവാർത്ത, ഹൃദയത്തിന് കുളിർമ നൽകുന്ന, ഹൃദയത്തിന് ആശ്വാസം നൽകുന്ന, ഹൃദയത്തിന് സന്തോഷം നൽകുന്ന ഒരു സുവാർത്ത ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ. ആ സുവാർത്ത എന്ന് പറയുന്നത് ദൈവത്തിന്റെ സുവിശേഷമാണ്. സുവിശേഷം എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ നെറ്റിച്ചുളിയാൻ സാധ്യതയുണ്ട്. കാരണം സുവിശേഷം എന്ന് പറയുന്നത് ഒരാശയമല്ല, കുറെ തത്വസംഹിതകളല്ല. എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ആരാണ് വ്യക്തി? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവാകുന്നു ഞങ്ങൾ പറയുന്ന സുവിശേഷം. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, ആ സുവിശേഷം യേശുക്രിസ്തുവാണെങ്കിൽ അത് ക്രിസ്ത്യാനികളുടെ ദൈവമല്ലേ? അങ്ങനെ ചിന്തിക്കരുത്. യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, സകല മാനവരാശിയുടെയും ദൈവമാണ്. ക്രിസ്ത്യാനികളുടെ ആരാധ്യപുരുഷനാണ് യേശുക്രിസ്തു എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. അല്ലവേ അല്ല, സകല മാനവരാശിയുടെയും ആരാധ്യപുരുഷനാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. ഒരു പ്രത്യേക മതവിഭാഗക്കാരുടെ ഒരു കേന്ദ്ര പുരുഷനല്ലേ ക്രിസ്തു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. സകല മാനവരാശിയുടെയും ഈ കാണുന്ന സകല രാജ്യത്തിന്റെയും അഖിലാണ്ടത്തിന്റെ മഹാദൈവമാണ് ഞങ്ങൾ ഇവിടെ ഉയർത്തുന്ന, ഞങ്ങൾ പ്രസംഗിക്കുന്ന സാക്ഷാൽ യേശുക്രിസ്തു. ഇതൊരു കെട്ടുകഥയല്ല, ഇതൊരു കിടവിക്കഥയല്ല, അങ്ങ് പാലസ്തീനായി ഉയർന്നടന്ന ഒരു വെറും കഥയല്ല പ്രിയപ്പെട്ടവരെ. ഇതൊരു സാങ്കല്പിക കഥയല്ല, ഇതൊരു നിർമ്മിത കഥയല്ല. ഒരു നിർമ്മിത കഥയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടെ ആവേശത്തോടുകൂടെ പ്രസംഗിക്കുകയല്ല. കാരണം നിങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ, യേശുക്രിസ്തുവിനെ കുറിച്ച് ചരിത്രത്തിലേക്ക് നിങ്ങൾ നോക്കൂ. ചരിത്രത്തിന്റെ മധ്യസ്ഥാനമാണ് യേശുക്രിസ്തു അലങ്കരിച്ചിരിക്കുന്നത്. ചരിത്രത്തെ എ എന്നും ബി സി എന്നും രണ്ടായി തിരിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവാണ്. ക്രിസ്തുവിലൂടെയാണ് ചരിത്രം രണ്ടായി തിരിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, എത്രയെത്ര മതത്തിന്റെ വക്താക്കൾ, രാഷ്ട്രീയ പ്രമുഖർ, എത്രയെത്ര തത്വചിന്തകന്മാർ, മസ്തിഷ്കമല്ലന്മാർ, യുഗപ്രഭാവന്മാർ, താത്വിക ചിന്തകന്മാർ ഉദയം കൊണ്ട ഈ മണ്ണിൽ ഇവരാരും ഇന്നത്തെ ചരിത്രത്തിന്റെ മധ്യസ്ഥാനം അലങ്കരിച്ചില്ല. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദി സെന്റർ പോയിന്റ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. യേശുക്രിസ്തു ചരിത്രത്തിന്റെ കേന്ദ്രബിന്ദുവാണ്. ക്രിസ്തുവിനെ ഇല്ലാതെ ഒരു ചരിത്രമില്ല. ക്രിസ്തു
ക്രിസ്തുവിനെ ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ ചരിത്രം എഴുതാൻ ശ്രമിച്ചവരൊക്കെ രണ്ടറ്റം കൂട്ടിക്കെട്ടാൻ കഴിയാതെ നിഷ്പ്രഭരായി മാറിപ്പോയപ്പോൾ പ്രിയപ്പെട്ട സ്നേഹിത, ചരിത്രത്തിന്റെ കേന്ദ്രബിന്ദു ക്രിസ്തുവാണ്. ഇനി സകല മനുഷ്യരുടെയും കേന്ദ്ര പുരുഷൻ ക്രിസ്തുവാണ്. നിങ്ങൾക്കറിയാമോ, ഈ ചരിത്രത്തിലെ മനുഷ്യൻ ജാതിമത വർഗവർണ്ണ ഭാഷാ വംശ വ്യത്യാസമില്ലാതെ രാജ്യാന്തര ഭേദമില്ലാതെ ഏതൊരു മനുഷ്യനെ നിങ്ങളുടെ പരിശോധിച്ചാൽ ആ മനുഷ്യന്റെ മുമ്പിൽ ക്രിസ്തുവുണ്ട്. കാരണം നിങ്ങളുടെ ബയോഡേറ്റ എഴുതും ഒരുപക്ഷെ 1990-ലോ 1960-ലോ 1970-ലോ ആയിരിക്കാം നിങ്ങൾ ജനിച്ചത്. ഏത് വർഷമാകട്ടെ, ആ വർഷം എഴുതുമ്പോൾ 1990 എങ്ങനെ നിങ്ങളുടെ ജനനവർഷം എന്ന് രേഖപ്പെടുത്തുന്നു പറയാം. അതിന്റെ മുമ്പിൽ മറഞ്ഞു കിടക്കുന്ന ഒരു സത്യം, അവിടെ ക്രിസ്തുവുണ്ട്. യേശു ക്രിസ്തു ജനിച്ചതിന് 1990 വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 1960 വർഷങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾ ജനിച്ചത്. അപ്പോൾ നിങ്ങളുടെ ബയോഡേറ്റ തയ്യാറാക്കിയാൽ, നിയമം തയ്യാറാക്കിയാൽ, ഇവിടെ ചരിത്ര രേഖകൾ കുറിക്കണമെങ്കിൽ യേശുവിനെ മുൻനിർത്തിയല്ലാതെ, യേശു ക്രിസ്തു ഇല്ലാതെ ഒരു ചരിത്രമോ ഒരു രേഖയോ ഇവിടെ ആർക്കും കുറിക്കാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അസന്നിഗ്ധമായി അഭിമാനത്തോടുകൂടെ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഏതൊരു മനുഷ്യന്റെയും മുൻപിൽ യേശു ക്രിസ്തുവുണ്ട്. ക്രിസ്തുവില്ലാതെ ഒരു മനുഷ്യനില്ല. കൂടാതെ ഇവിടുത്തെ മഹാരഥന്മാർ എന്താണ് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്തിന്റെ മഹത്വം ലോകരാജ്യങ്ങളിൽ ഉയർത്തി കാണിച്ച സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ ഭൂമിയിൽ ഒരുവനെ ആരാധിക്കണമെന്നുണ്ടെങ്കിൽ ഉന്നതി വിട്ട് ഊഴിയിലേക്ക് ഇറങ്ങി വന്ന യേശു ക്രിസ്തുവിനെ പോലെ വേറെ ചരിത്രത്തിലില്ല. അദ്ദേഹത്തിന്റെ വിവേകാനന്ദ സാഹിത്യപ്രഭം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, യേശു ക്രിസ്തു ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ ഇവിടെ ജീവിച്ചിരുന്നെങ്കിൽ എന്റെ കണ്ണുനീര് കൊണ്ടല്ല, എന്റെ ചങ്കിലെ ചോര കൊണ്ട് ആ പവിത്ര പുരുഷന്റെ കാൽപ്പാദം ഞാൻ കഴുകുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇതാ യൂറോപ്യൻ രാജ്യങ്ങളെ നോക്കി പറഞ്ഞു, വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവരൂ. ഞങ്ങളുടെ മുക്കും മൂലയും ക്രിസ്തുവിലൂടെ രക്ഷയെന്ന് വെളിച്ചം കാണട്ടെ. നിങ്ങൾക്കറിയാമല്ലോ, നെപ്പോളിയൻ ബോണപ്പാർട്ട് സെന്റ് ഹെലീന തീരത്ത് വെച്ച് അദ്ദേഹം വിളിച്ചു വന്നത് ഇങ്ങനെയാണ്: ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന് പുലമ്പുന്ന ഭാഷന്മാരുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹം വളരെ സവിസ്തരമായി ഇങ്ങനെ പറയുന്നു: ഞാനും നിങ്ങളും സീസറും ഷാർലമേനും ഒക്കെ ജീവിച്ചിരുന്നില്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാനും ഷാർലമേനും സീസറും ഒക്കെ ആയുധങ്ങൾ കൊണ്ട് രക്തപ്പുഴം നീന്തിക്കടന്ന് ഇവിടെ സാമ്രാജ്യങ്ങൾ അരക്കെട്ടുറപ്പിച്ചു. പക്ഷെ അതിനെയൊക്കെ അസ്ഥിവാരമിളകിപ്പോയി. എന്നാൽ നസ്രേനായ യേശു ക്രിസ്തു തന്റെ സ്നേഹത്തിന്റെ സാമ്രാജ്യം ഇവിടെ സ്ഥാപിച്ചു. അതിന്നു മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കുന്നു. ഇത് വിളിച്ചു പറഞ്ഞത് ഒരു ഉപദേശിയല്ല, നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. പ്രിയപ്പെട്ടവരെ, നാസ്തിക്യവാദത്തിന്റെ ചിന്തന കൊണ്ട് മനുഷ്യ മനസ്സുകളെ അമ്മാനപാടി മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് വിശജിത്തിന്റെ ആശയങ്ങൾ കുത്തിവെച്ചുകൊണ്ട് മനുഷ്യരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞ റൂസോ എന്ന് പറയപ്പെടുന്ന നിരീശ്വരവാദി ചരിത്രത്തിൽ പറഞ്ഞത് ഇങ്ങനെയാ: അതെ, സോക്രട്ടീസ് എന്ന മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നത് ഒരു പുണ്യപുരുഷനെ പോലെ, അദ്ദേഹം മരിച്ചത് ഒരു പുണ്യപുരുഷനെ പോലെ. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എഴുതപ്പെട്ട നാരായത്തിൽ തന്നെ ആ രേഖകളിൽ ഇങ്ങനെ നാരായം ചരിച്ചത് ഇങ്ങനെയാണ്: യേശു ക്രിസ്തു ഇവിടെ ജീവിച്ചിരുന്നത് അത് ഒരു ജനിച്ചതും ജീവിച്ചതും മരിച്ചതും ദൈവത്തെ പോലെയാണ്. ഇത് വിളിച്ചു പറഞ്ഞത് റൂസോയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രേമാനന്ദ വിളിച്ചു പറഞ്ഞത് കിട്ടാവുന്നിടത്തോളം തെളിവുകൾ വെച്ച് പരിശോധിച്ചാൽ ക്രിസ്തു എന്നൊരാൾ ഇവിടെ ജീവിച്ചിരുന്നു. പ്രിയപ്പെട്ട സ്നേഹിത, വിളിച്ചു പറയുന്നു, എന്റെ അന്വേഷണത്തിന്റെയും ഗവേഷണത്തിന്റെയും പരിവേഷണത്തിന്റെയും ഒടുവിൽ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു: യേശു ക്രിസ്തു ലോകത്തിന്റെ മാത്രമല്ല, സകല മാനവരാശിയുടെയും മാത്രമല്ല, എന്റെയും കൂടി രക്ഷകനാണ്. അത് പ്രിയപ്പെട്ടവരെ, മനുകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു ക്രിസ്തു ഇവിടെ ഇറങ്ങി വന്നത് മനുഷ്യന്റെ പാപിയെ നിഗ്രഹിക്കാനല്ല, ദുഷ്ടനെ ഇല്ലാതാക്കാനല്ല. അവിടുന്ന് ഇവിടെ ഇറങ്ങി വന്നത് മനുഷ്യന്റെ പാപത്തിൽ നിന്ന് അവരെ രക്ഷിക്കേണ്ടതിനാണ്. കാരണം പ്രിയ സ്നേഹിത, താങ്കൾ ആരുമായിക്കൊള്ളട്ടെ, ഏത് ജാതിയോ മതമോ ഏത് വർഗമോ വർണ്ണമോ, 85 കിലോ വെയിറ്റുള്ള ഒരു മനുഷ്യന് ഇവിടെ മാർക്കറ്റിൽ കിട്ടുന്ന വില, അവന്റെ ശരീരത്തിന് കിട്ടുന്ന വില 42 രൂപ 50 പൈസയാണ്. പ്രിയ സ്നേഹിത, അത് പണ്ഡിതനോ പാവരനോ ധനവാനോ ദരിദ്രനോ ആരുമാകട്ടെ, ഒരു മനുഷ്യന്റെ ശരീരത്തിലടങ്ങിയിരിക്കുന്ന ജൈവരാസ പിണ്ഡത്തിന് മാർക്കറ്റിൽ കിട്ടുന്ന വില 42 രൂപ 50 പൈസ.
ഈ 42 രൂപ 50 പൈസ വരുന്ന ഈ ശരീരത്തിന് വേണ്ടിയല്ലേ ഒരായുസ് മുഴുവൻ നിങ്ങൾ ചെലവഴിക്കുന്നത്? ഓരോ ദിവസത്തിന്റെ ഓരോ നിമിഷങ്ങൾ ചെലവഴിക്കുന്നത് ഈ ശരീരത്തെ സന്തോഷിപ്പിക്കാൻ, ഈ ശരീരത്തെ ആനന്ദിപ്പിക്കാൻ, ഈ ശരീരത്തിൽ സുഖം കണ്ടെത്താൻ. പക്ഷേ ഈ ശരീരത്തിനകത്ത് സർവ്വലോകത്തേക്കാൾ വിലയേറിയ ഒരു ആത്മാവിനിപ്പുണ്ട്. ഈ ആത്മാവിന് മരണമില്ല. ഈ ആത്മാവ് അമർത്യതയുടേതാണ്. ഇവിടുത്തെ എല്ലാ മതങ്ങളും പറയുന്നു, കടോപനിഷത്തിൽ പറയുന്നു, ആത്മാവ് നിത്യന് ശാശ്വതമാണ്. പുരാണത്തിൽ പറയുന്നു, നയനം ചന്ദ്രതി ശസ്ത്രാണി നയനം ബഹരി പാവക നാ ചെന്ന ഹൃദയാന്തി ഏപ്രോ നാ ശോഷയാന്തി മാറുക. എന്താണ് ഇതിന്റെ അർത്ഥം? അമ്പുകൾക്ക് വെളിപ്പെടുത്താൻ കഴിയാത്ത, വായുവിന് ശോഷിപ്പിക്കാൻ കഴിയാത്ത, അഗ്നിക്ക് ദഹിപ്പിക്കാൻ കഴിയാത്ത അമൂർത്തമായ ഒരു സത്തയാണ് ആത്മാവ്. വിശുദ്ധ ഖുർആനിൽ പറയുന്നു, മനുഷ്യന് മരണാനന്തരം ഒരു ജീവിതമുണ്ട്, ആത്മാവിന് നാശമില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ സകല മതഗ്രന്ഥങ്ങളും വിളിച്ചു പറയുന്നു, 21ാം നൂറ്റാണ്ടിന്റെ ശാസ്ത്രലോകം പോലും അത് സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് അതേ അളവിൽ അതേ വലിപ്പത്തിൽ പൂർണ്ണകായനായ ഒരു വാതക രൂപം പുറത്തേക്ക് വരുന്നു. ശാസ്ത്രത്തിന്റെ ഭാഷയാ വാതക രൂപം. അത് വിശുദ്ധ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞാൽ ആത്മാവാണ്. അങ്ങനെയെങ്കിൽ 28ാമത് സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആഘോഷത്തിന്റെ അലയൊലികളിൽ ഉള്ള ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ നിങ്ങളോട് ഹൃദയ പുരസ്സരം ശാന്തമായി ചോദിക്കട്ടെ, ഇന്ന് നീ മരിച്ചാൽ നിന്റെ ആത്മാവിന്റെ നിത്യത അതെവിടെ ചെലവഴിക്കും? കാരണം ആത്മാവിന് മരണമില്ല സുഹൃത്തെ. ഈ ആത്മാവിന്റെ വില സർവ്വലോകത്തേക്കാൾ വിലയേറിയത്. അതുകൊണ്ട് ആത്മാവിന്റെ വീണ്ടെടുപ്പ് സാധ്യമാക്കാൻ പണം കൊണ്ട് പറ്റത്തില്ല. മനുഷ്യൻ നിഷ്കർഷിച്ചത്, കണ്ടത്, കേട്ടത്, അറിഞ്ഞതുകൊണ്ടൊന്നും സാധ്യമല്ല. മനുഷ്യന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് സർവ്വലോകത്തേക്കാൾ വിലയേറിയതാണെങ്കിൽ ആ വില കെട്ടിവെച്ച് മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ടതിന് മഹത്വം വെടിഞ്ഞ് ഈ താളഭൂതലത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു പരബ്രഹ്മമുണ്ട്, സാക്ഷാൽ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേരാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ഇത് ചരിത്രത്തിലാണ്, ഇത് വസ്തുതകൾക്കാണ് അത് നിക്ഷേപിക്കാൻ കഴിയുന്നത്. പ്രിയപ്പെട്ട സ്നേഹിത, ആരും തങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിലും യേശു താങ്കളെ സ്നേഹിക്കുന്നു. ആർക്കും താങ്കളെ വേണ്ടെങ്കിലും യേശുവിന് നിങ്ങളെ ആവശ്യമുണ്ട്. എല്ലാവരും എന്നെ കൈവടിഞ്ഞു, ഇനി എന്നെ ആരും സ്നേഹിക്കുന്നില്ല. എന്തിനിങ്ങനെ ജീവിക്കുന്നു? ഒരു ജീവച്ചവം പോലെ ജീവിക്കുമ്പോൾ രോഗങ്ങൾ പേറി. മാത്രമോ ആൺതലമുറയിൽ വാണുകൊണ്ടിരിക്കുന്ന ശാപം, പെൺതലമുറകളിൽ വാണുകൊണ്ടിരിക്കുന്ന ശാപം, കുടുംബത്തിൽ തലമുറകളായി വാണുകൊണ്ടിരിക്കുന്ന ശാപം, ശാപത്തിന്റെ ഊരാക്കുടുക്കുകളിൽ, കടക്കണിയിൽ, ഭ്രാന്തമായ അനുഭവങ്ങളിലൂടെ നിങ്ങൾ നട്ടം തിരിയുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ, സർവോപരി ഈ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ തള്ളിവിട്ട പാപം എന്ന പ്രശ്നത്തെ പരിഹരിക്കുവാൻ കാൽവരിയുടെ ഗിരിമുകളിൽ നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട ഒരു രക്ഷകനുണ്ട്. അത് സാക്ഷാൽ യേശുക്രിസ്തു. യേശുക്രിസ്തു വന്നത് ഒരു മതം സ്ഥാപിക്കാനല്ല, ഒരു സംഘടനയെ സ്ഥാപിക്കാനല്ല. പ്രിയ സ്നേഹിത, താങ്കളുടെ പാപത്തിൽ നിന്ന്, താങ്കളുടെ വേദനിക്കുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ, നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ. പ്രിയപ്പെട്ടവരെ, 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഈ ദിവസം ഞാൻ നിങ്ങളോട് ദേശസ്നേഹിയായ സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകൾ ഒന്ന് ഉച്ചരിക്കട്ടെ. അദ്ദേഹം ഇന്ത്യയോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം. അണികളുടെ രക്തം ചോദിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം നൽകാമെന്ന് ഇവിടുത്തെ വിശ്വൈക നേതാക്കന്മാർ ഉറപ്പ് നൽകിയപ്പോൾ അണികളുടെ രക്തം ചോദിച്ചിട്ടല്ല, സ്വന്തം രക്തം കാൽവരി ക്രൂശിൽ മാനവകുലത്തിന് വേണ്ടി ചിന്തിക്കൊണ്ട് മനുഷ്യന്റെ പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് അവരെ സ്വതന്ത്രനാക്കിയ ഒരൊറ്റ സ്വാതന്ത്ര്യ നായകൻ അതത്രേ യേശുക്രിസ്തു. ഈ യേശുക്രിസ്തുവിനോടുള്ള സമാധാനം, രക്ഷ നിങ്ങൾ ആഗ്രഹിക്കുന്നു. 5 നയാ പൈസ ചെലവഴിക്കുന്ന ഇരിക്കുന്ന ഇരിപ്പിൽ നിന്നുകൊണ്ട്, യേശുവേ ഞാനൊരു പാപിയാണ്, അങ്ങനെ ഹൃദയത്തിലേക്ക് വരണമേ. അറിയാവുന്ന വാക്കുകളിൽ ആരെന്ന് പ്രാർത്ഥിക്കും. പ്രിയ സ്നേഹിത, നാളെ ആകട്ടെന്ന് ചിന്തിക്കരുത്. ഇന്നാണ് സുപ്രസാദകാലം, ഇന്നാണ് രക്ഷാദിവസം. ഇനിയുള്ള നിമിഷം എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. 28ാമത്തെ ഈ സ്വാതന്ത്ര്യദിന ആഘോഷം താങ്കളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവിന്റെ വർഷമായി മാറട്ടെ. ഒരു നിമിഷം സമർപ്പിക്കുമോ? ആരുമാകട്ടെ, നിങ്ങൾ ഏതുമാകട്ടെ, നിങ്ങൾക്കറിയാവുന്ന വാക്കുകളിൽ ഹൃദയമൊന്ന് സമർപ്പിക്കും. ഇവിടേക്ക് കടന്നു വന്ന് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ലജ്ജ കൂടാതെ ഓടി മുന്നോട്ട് വന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ നിമിഷം തന്നെ നിങ്ങൾക്ക് സൗഖ്യം
ആരോഗ്യവും ആശ്വാസവും സമാധാനം നൽകാൻ യേശു ക്രിസ്തു മതിയായ ദൈവമാണ്. ക്രിസ്തുവിനല്ലാതെ രക്ഷ മറ്റൊരുത്തനുമില്ല എന്ന് ഞങ്ങൾ ഉറക്കെ ഉച്ചസ്ഥലം ഈ കുന്നിക്കോടിന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് അവസാനം കുത്തിടുമ്പോൾ കുന്നിക്കോട് പട്ടണത്തിന് എല്ലാവരുടെ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് 78ാമത് സ്വാതന്ത്ര്യത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ജയ് യേശു ക്രിസ്തു.